വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പലത്തിൽ പോകുമ്പോൾ അല്ലാതെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിക്കുന്ന ഒരു പതിവൊന്നും എനിക്കില്ല. പക്ഷെ ഇന്ന് എന്തോ ഞാനങ്ങ് എഴുന്നേറ്റ് കുളിച്ചു. കുറച്ച് ദിവസമായിട്ട് നല്ല മൂഡ് ഓഫ് ആയിരുന്നു. അപ്പോൾ എന്നെ തന്നെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുളിച്ച് റെഡി ആയിട്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് സെറ്റാക്കി. ഇന്ന് ഞാൻ വാഷ് ചെയ്യുമ്പം ഷാമ്പു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ആൽപ്സ് ഗുഡ്നസിൻ്റെ ഫ്ലാക്സ് സീഡ് ജെല്ലാണിത്. അത് അപ്ലൈ ചെയ്തൊരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് സെറ്റ് ചെയ്തപ്പോഴുള്ള ലുക്ക് എനിക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല ഫ്രിസി ആയിട്ട് കിടക്കുമായിരുന്നു. ഇപ്പം കുറച്ചൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതിനുശേഷം ഞാനിങ്ങനെ സെറ്റ് ചെയ്താക്കിയതിന് ശേഷമാണ് ഞാൻ സ്ട്രീക്സിൻ്റെ ഹെയർ സിറം ഇതായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻസിൽ മാത്രം ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ആക്കുന്നുണ്ട്. മേലേക്ക് ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട്. ഡെർമക്കോയുടെ സാലി സിനമൈഡ് സിറമാണ് ഈ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഡെർമക്കോയുടെ തന്നെ ഒരു മോയ്സ്ചറൈസർ വരെ വെച്ചിട്ട് ഞാൻ ടോപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രൊഡക്ട്സും ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മോയ്സ്ചറൈസർ ഞാൻ വാരിക്കോരി ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞാനിതാ സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കയ്യിലൊക്കെ അപ്ലൈ, ഫേസിൽ മാത്രമല്ല കയ്യിലൊക്കെ അപ്ലൈ ആക്കും. എന്താണെന്നറിയില്ല, എൻ്റെ ഫേസ് ടാൻ ആവുന്നതിലും എൻ്റെ ബോഡിയാണ് എനിക്ക് കൂടുതൽ ടാൻഡ് ആയിട്ട് തോന്നാറ്. അതിനുശേഷം ഞാനിതാ ലിപ് ബാം ആണ് ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലിപ് ബാംസിൽ എൻ്റെ ഫേവറേറ്റ് കുറച്ച് ലിപ് ബാംസ് ഉണ്ട്. അതൊക്കെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതോടെ എൻ്റെ സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ തന്നെ നല്ലൊരു ഫീലൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഇന്നലെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ താഴെ പോയി നോക്കിയപ്പോൾ അമ്മ എനിക്ക് ദോശയും ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇന്നലെ എനിക്ക് വന്നൊരു കൊറിയർ ഉണ്ടായിരുന്നു. ഇത് ഞാൻ ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഇത് നമുക്ക് അയേൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതിൽ ഇത് കണ്ടോ, ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. ബാഗിലൊക്കെ ഇതിലിതാ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. ഇതിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ഇത് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാൻ ഓഫ് ഓൺ എന്നുള്ള ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ സ്റ്റീം വരും. അതിലൂടെയാണ് നമ്മൾ ക്ലോത്ത്സ് അയൺ ചെയ്യാൻ പറ്റുന്നത്. നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ കയ്യിലൊന്നും ആവാതെ എല്ലാവരും ശ്രദ്ധിക്കുക വാങ്ങിക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. നന്നായിട്ട് ചുളിവുകളൊക്കെ മാറുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ഹൈബിസ്കസിൻ്റെ ജ്വല്ലറീൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എടുത്തു. നിങ്ങൾക്ക് പ്രോഡക്റ്റ്സൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ഹൈബിസ്കസിന് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അല്ലാതെ വാട്സപ്പ് ഒരു അക്കൗണ്ട് കൂടിയുണ്ട്. അപ്പോൾ ഓർഡേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രം പ്ലേസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് വെബ്സൈറ്റൊന്നും നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല, എല്ലാം സെറ്റാക്കണം. കുറച്ചുകൂടെ കഴിയട്ടെന്ന് വിചാരിച്ചു. ഇന്നത്തെ ലഞ്ച് എൻ്റെ അമ്മായിയമ്മയുടെ വകയായിരുന്നു. അമ്മ ഇന്ന് എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറല്ല ചമ്മന്തിയൊക്കെ. അമ്മേൻ്റെ ചമ്മന്തി സൂപ്പറാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ വെറുതെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ വെറുതെ ചായ കുടിക്കാൻ പോകാമെന്ന്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ അടുത്ത് തന്നെയുള്ളൊരു ഐഷുവിൻ്റെ കട പറഞ്ഞിട്ടുള്ളൊരു തട്ടുകടയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കടികളും ചായയൊക്കെ വാങ്ങി കുടിച്ച് അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഒരു വയലിൻ്റെ ഒരു സൈഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനത്തെ വയൽ പ്രദേശം, പുഴ, അതേപോലെ തന്നെ അമ്പലത്തിൽ, ഞാൻ കൂടുതലും നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ അമ്പലത്തിലൊക്കെ പോകുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഇതൊക്കെ എനിക്ക് ഭയങ്കര മെൻ്റലി ഞാൻ വേറൊരു നല്ലൊരു സ്റ്റേജിലെത്തുന്ന ഒരു സ്ഥലങ്ങളാണ്. അവിടെ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്ത് അതിലൂടെ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും. നമ്മൾ പറയില്ലേ നേച്ചർ ഹീൽസ് എന്ന്, അത് ശരിക്കും എൻ്റെ കാര്യത്തിൽ അത് അങ്ങനെയാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുക. ഞാൻ ഭയങ്കര ഒരു പീസ്ഫുൾ സ്റ്റേജിലായിരുന്നു ഈ ഒരു സമയത്ത്. നമ്മളിതിൻ്റെ ഈ ഒരു വയലിൻ്റെ സൈഡിൽ കുറേ ചെറിയ ചെറിയ സ്പോട്ട്സ് ഉണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ വന്ന് ഓരോ സ്ഥലത്ത് പോയി ഒന്ന് ഇറങ്ങി അവിടെയൊക്കെ നോക്കി അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരെ എനിക്ക് ഇവിടെ ഒരു തോണി കണ്ട്, ഞാൻ വണ്ടി നിർത്തുക, തോണി കണ്ട് എനിക്കതിൽ കയറണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെച്ച്. അപ്പോൾ നമ്മൾ കാറ് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോയതാണ്. അപ്പോൾ ഹരി പറഞ്ഞു, നീ അവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ, ഇവിടെ ഫുൾ ചളിയല്ലേ, ഇത് താണു പോവുമോ, നടക്കാനാവുമോ എന്നൊക്കെ. അപ്പോൾ അവൻ എനിക്ക് തോണി ഇങ്ങനെ അടുത്തേക്ക് ആക്കി തന്നെയാണ്. ഹീസ് എ ഗ്രീൻ ഫോറസ്റ്റ് ഗൈസ്, ഹീസ് എ ഗ്രീൻ ഫോറസ്റ്റ് ഓൾസോ ഹീസ് സിംഗിൾ. അപ്പോൾ അവിടുന്ന് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ
അത്ര മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നതാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുന്നും കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വീട്ടിൽ തിരിച്ചു പോകാൻ തോന്നിയില്ല. അപ്പം ഞങ്ങളുടെ കൂടെ അച്ഛൻ്റെ ഫ്രണ്ട് ഷാജിയേട്ടനും ഉണ്ടായിരുന്നു. ഷാജിയേട്ടൻ പറഞ്ഞ് എനിക്കിവിടെ അറിയുന്ന കുറച്ച് പിന്നെ നമ്മളിങ്ങനെ വേറെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞു ഇവിടെ എൻ്റെ ഫ്രണ്ട് ജമീലച്ച ഉണ്ട്, ജമീൽ ചാൻ്റെ അടുത്ത് പോവാം, നമുക്ക് അവരുടെ വീട്ടിൽ പോവാന്നുള്ളത്. അപ്പം നമ്മൾ അവരുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ വീട്ടിൽ ഫുള്ളിങ്ങനെ ചെടിയൊക്കെ ആയിട്ട് നല്ല രസത്തിൽ നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളി ചായ ആയിരുന്നു ജമീൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഉന്നക്കായ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.